രാജാവെഴുന്നള്ളുന്നു. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. എല്ലാവരും ചേർന്ന് ഭക്തിയാവണങ്ങിടുവിൻ, സാഷ്ടാംഗമീടുവിൻ. ജീവന്റെ അപ്പമായ ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഭക്തിയാവണങ്ങിടുവിൻ, സാഷ്ടാംഗമീടുവിൻ. ജീവന്റെ അപ്പമായ ആത്മാവിൻ ഭോജ്യമായി ഈശോ എഴുന്നള്ളുന്നു. ഈശോ എഴുന്നള്ളുന്നു. ഈശോ എഴുന്നള്ളുന്നു. വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒരുപാട് പഠിപ്പിച്ച് കുർബാനയർപ്പണത്തിൽ കിട്ടിയ ദൈവിക വെളിപാടിൻ്റെ മുമ്പിൽ വിശുദ്ധ തോമസ് അക്വിനാസ് താൻ എഴുതിയതും പഠിപ്പിച്ചതും പരിശുദ്ധ കുർബാനയെക്കുറിച്ചൊന്നുമല്ല എന്ന് പങ്കുവെച്ചുകൊണ്ട് ആരാധനയുടെ ഈ ഈരടിയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പിന്നീടൊന്നും എഴുതിയില്ല. അത്രയ്ക്കുന്നതമാണ് ഈ കാരുണ്യം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ജീവിതത്തെ, നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ മുഴുവനും ചേർത്തു വെച്ചുകൊണ്ട് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിൻ്റെ മുഴുവൻ ആനന്ദങ്ങളും 1000 ആണ്ട് അനുഭവിച്ച് ജീവിക്കുന്നതിലും എനിക്ക് പ്രിയങ്കരം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ 1 മണിക്കൂർ ചെലവഴിക്കുന്നതാണ് എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ വിശുദ്ധ പാദ്രി പിയോയുടെ ആത്മീയ വിചാരങ്ങളെ ചേർത്ത് വെച്ച് ആ ചൈതന്യത്തിനായി ദാഹിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ കുർബാന എന്ന നിധി ഞാൻ കണ്ടെത്തിയെന്ന് വിശുദ്ധ കാർഡിനൽ ന്യൂമാനിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച് ഈ നിധിയുടെ സന്നിധാനത്ത് ചേർത്ത് പിടിച്ച് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ 3ാമത്തെ ക്രിസ്മസ് ഒരുക്ക ദിനത്തിൽ മാലാഖമാരോട് ചേർന്നാണ് നമ്മുടെ ചിന്തകളും വിചിന്തനവും. മാലാഖമാരിലൂടെ പുൽക്കൂടിൻ്റെ ആനന്ദത്തെ പങ്കുവയ്ക്കുകയും ഒരു ദേശത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ട വഴികളും സാധ്യതകളും സ്വർഗമൊരുക്കുകയും ചെയ്തു. അവരുടെ കീർത്തനങ്ങളും ഉണ്ണിയേശുവിൻ്റെ പിറവിയെ ലോകത്തെ അറിയിച്ചുകൊണ്ടുള്ള ആത്മീയതയുടെ ഉണർത്തുപാട്ടുമൊക്കെ നമ്മുടെയും ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ച് ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ അടുത്ത ഒരുക്കത്തിൻ്റെ 3ാമത്തെ ദിവസത്തിൽ നമുക്കും പറയാം, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ ഒരുക്കണേ, വിശുദ്ധീകരിക്കണേ, പവിത്രീകരിക്കണേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഉണ്ണിയേശുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ 3ാമത്തെ ദിനത്തോളം നാം എത്തി നിൽക്കുകയാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. ഇവിടെ നമ്മൾ മാലാഖമാരോട് ചേർന്നുള്ള ഒരു ചിന്തയും ധ്യാനവുമാണ് ഹൃദയത്തിൽ സൂക്ഷിക്കുക. മാലാഖമാരെക്കുറിച്ച് തിരുവചനങ്ങളിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് സ്നാപക യോഹന്നാൻ്റെ ജന്മവും ഉണ്ണിയേശുവിൻ്റെ ജന്മവും അതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോട് വളരെ ആത്മബന്ധമുള്ള ഇഴപിരിയാത്ത ചില അനുഭവങ്ങളും മാലാഖമാരെ ചുറ്റിപ്പറ്റി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും.
ക്രിസ്മസ് ആഘോഷത്തിനും ക്രിസ്മസിൻ്റെ ആചരണത്തിനും മാലാഖമാരുടെ ജീവിതത്തോട് ചേർന്ന് വലിയ ബന്ധമുണ്ട്. ഒരു മാലാഖയുടെ മനസ്സോട് കൂടെയിട്ട് പുൽക്കൂടിനെ സമീപിക്കണം. മാലാഖമാരുടെ അധരത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ദൈവിക സ്വരത്തിന് നമ്മൾ കാതോർക്കാൻ തീരുമാനമെടുക്കണം. മാലാഖയുടെ സവിശേഷതകൾ നമ്മുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റിക്കൊണ്ട് വേണം ഈ ആത്മീയ തീർത്ഥയാത്രയിൽ നാം മുൻപോട്ട് പോകാൻ. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പം മാലാഖമാരെക്കുറിച്ചുള്ള അറിവും അവരോട് ബന്ധപ്പെടുത്തിയ ചില ബോധ്യങ്ങളും ഉള്ളിൽ നിറച്ച് ദേശവിശുദ്ധീകരണത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാനൊരുങ്ങുമ്പം മാലാഖമാരോട് ബന്ധപ്പെടുത്തിയ ആദ്യത്തെ മനസ്സിൽ കുറിക്കേണ്ട ഓർമ്മപ്പെടുത്തൽ, ഒരു പാപിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തോടൊന്ന് ബന്ധപ്പെടുത്താനായിട്ട് ദൈവം തീരുമാനിച്ചു കഴിയുമ്പം ചില മധ്യവർത്തികളെ ഉപയോഗപ്പെടുത്തും. ലോകത്തിലെ ചില ജീവിതങ്ങളെ സ്വർഗോന്മുഖമാക്കാനായിട്ടുള്ള ദൈവിക പദ്ധതി നിറവേറ്റാൻ വേണ്ടിയിട്ട് ദൈവം ചില വ്യക്തികളെ, സാഹചര്യങ്ങളെ അനുകൂലമായിട്ട് ഉപയോഗപ്പെടുത്തും. ആ ഗണത്തിലാണ് മാലാഖമാരൊക്കെ പെടുക. അതുകൊണ്ട് തന്നെയാണ് മാലാഖമാരുടെ സാന്നിധ്യത്തെക്കുറിച്ച് വചനവും ആത്മീയ ചിന്തയും നമ്മളെ പഠിപ്പിക്കും. മാലാഖമാരുടെ സാന്നിധ്യം വഴിയായിട്ട് ഉണർവുണ്ടാവുകയും പ്രതീക്ഷ വളരുകയും സന്തോഷം വർദ്ധമാനമാവുകയും ചെയ്യും. ഒരുപക്ഷെ ക്രിസ്തു ജീവിതത്തോട് ബന്ധപ്പെടുത്തി മാലാഖമാരെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഉണർവിൻ്റെ കൃപയായിട്ട് സ്വർഗത്തിൻ്റെ അഭിഷേകം മാലാഖയുടെ സദ്വാർത്തയുടെ സന്ദേശത്തിലൂടെ കടന്നു വരികയാണ്. വീണ്ടും മാലാഖ പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക്, പ്രത്യേകിച്ചും യോസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കണമോ എന്നുള്ള തീരുമാനമെടുക്കാൻ കഴിയാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടങ്ങളിൽ പ്രത്യാശയുടെ പൊൻപ്രഭയുമായിട്ട് മാലാഖ കടന്നു വരുന്നു. തീർന്നില്ല. ഉണ്ണിയേശുവിൻ്റെ പിറവിയുടെ ഇടം ആനന്ദത്തിൻ്റെ അനുഗ്രഹ ഇടമാക്കി രൂപാന്തരപ്പെടുത്താൻ സദ്വാർത്തയുടെ ആനന്ദഗീതവുമായിട്ട് മാലാഖമാർ കടന്നു വരുന്നു. നമ്മളും പുൽക്കൂട് ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യുമ്പം നമ്മുടെ മനസ്സിലുണ്ടാവണം, എൻ്റെ ജീവിതം പുൽക്കൂട്ടിലേക്കുള്ള പ്രയാണത്തിൽ ഉണർവിൻ്റെ ജാഗ്രതയുടെ ദിനങ്ങളാണ് ഇനിയുള്ള ശേഷിക്കുന്ന ദിനങ്ങൾ എന്ന് മറക്കാതിരിക്കാം. പ്രതീക്ഷയുടെ ചൈതന്യത്തിലേക്ക് വളരാനായിട്ട് ശ്രദ്ധിക്കാം. കൂടുതൽ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ നിലനിൽക്കുന്ന കൃപയിലേക്ക് എത്താൻ കഴിയട്ടെ. മാലാഖമാരെക്കുറിച്ച് ഒരു ചെറിയ കാര്യവും കൂടെ പറഞ്ഞ് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. മാലാഖമാരെക്കുറിച്ച് പറയുന്നത് അവർ ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ ഭൂമിയിലെത്തിക്കുന്നവരാണ്. ദൈവികമായ സന്ദേശങ്ങളെ ഭൂമിക്ക് കൈമാറാനായിട്ടുള്ള ഒരു പോസ്റ്റ്മാൻ്റെ പണിയാണ് മാലാഖയുടെ പണിയെന്ന് ഓർമ്മിക്കണം. നമ്മളും പുൽക്കൂട്ടിലേക്ക് എത്തുമ്പം ഈ ദൈവിക സന്ദേശത്തിൻ്റെ വാഹകരും അതിൻ്റെ പ്രചാരകരും അതിൻ്റെ പങ്കുവെക്കുന്നവരുമായി മാറണം എന്ന ഓർമ്മപ്പെടുത്തൽ മനസ്സിൽ കുറിക്കാം. രണ്ടാമത്, ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയാണ് മാലാഖമാര്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവമേൽപ്പിച്ച ദൗത്യങ്ങളെ നിറവോടെ നിറവേറ്റുമ്പോഴാണ് അത് അർത്ഥപൂർണവും അനുഗ്രഹീതവുമായി മാറുക. പുൽക്കൂട്ടിലും ഇത് സാധ്യതമാണെന്ന് മറക്കരുത്. മൂന്നാമത്തെ കാര്യം, ദൈവത്തെ പാടി സ്തുതിക്കുക. അത് മാലാഖമാരുടെ ധർമ്മമാണ്. അത് നമ്മുടെയും ധർമ്മമായാലേ പുൽക്കൂട് അനുഗ്രഹത്തിൻ്റെ ഇടമാവൂ. ഒടുവിൽ, ഭൂമിയിലെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ദൈവത്തിൻ്റെ അജ്ഞാനുവർത്തികളാണ് മാലാഖമാർ. നമ്മളൊക്കെ ദൈവത്തിൻ്റെ ഭൂമിയിലെ പ്രവൃത്തികളെ നിറവേറ്റാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ഇന്ന് നമ്മുടേതല്ലാതെ കരങ്ങളില്ലാത്ത, നമ്മുടേതല്ലാത്ത അധരങ്ങളില്ലാത്ത, നമ്മുടേതല്ലാതെ കരങ്ങളില്ലാത്ത, നമ്മുടേതല്ലാത്ത പാദങ്ങളില്ലാത്ത തമ്പുരാന് വേണ്ടി കരമാകാം, പാദം കൊടുക്കാം, അധരത്തെ വിട്ടുകൊടുക്കാം. അങ്ങനെ മാലാഖമാർക്കൊപ്പം ഈ ആത്മീയ തീർത്ഥാടനം ദേശത്തിൻ്റെ വിശുദ്ധീകരണത്തിന് ഉതകുന്ന വിധം രൂപാന്തരപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പുൽക്കൂട്ടിൽ ചെന്ന് പൊന്നുണ്ണിയെ ഹൃദയത്തിലും ജീവിതത്തിലും ബന്ധങ്ങളിലും സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിൽ മാലാഖമാരുടെ കീർത്തനങ്ങളോട് ചേർന്ന് നാടിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ആത്മീയ പരിശ്രമത്തിലാണ് ഞങ്ങൾ. കർത്താവേ, കൂടെയുണ്ട് യേശു. എന്നെ വിട്ടുപിരിയാർ അവിടുന്ന് കൂടെയുണ്ട്.
ആഴിയുടെ അഗാധങ്ങളിൽ ചെന്നൊളിച്ചാലും പർവ്വതങ്ങളിൽ ചെന്ന് പാർത്താലും അവിടുന്ന് കൂടെയുണ്ട്. ഏറെ ബോധ്യത്തോടു കൂടെയിട്ട് ചങ്കിൽ നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കർത്താവ് കൂടെയുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഒറ്റയ്ക്ക് നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് ലഭ്യമാകുന്ന ജീവിതത്തിൻ്റെ സന്ദേഹങ്ങളും സന്നിഗ്ധാനുഭവങ്ങളുമൊക്കെ വല്ലാതെ നമ്മളെ തളർത്തുമ്പം ചുറ്റുപാടുകളൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജികളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുമ്പം മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും സ്വസ്ഥതയില്ലാത്ത വിധം നമ്മുടെ ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കപ്പെടുമ്പം തകർത്ത് തൂത്തെറിയപ്പെടുമ്പം തമ്പുരാനോട് പറയണം, തമ്പുരാനെ നീ കൂടെ ഉണ്ടാവണം. വിട്ടുപിരിയാത്ത സ്നേഹിതനായി എമ്മാവൂസിൻ്റെ അനുഭവത്തിലുണ്ടായതുപോലെ മർത്താമറിയത്തിൻ്റെ ജീവിതത്തിൽ ലാസർ എന്ന സഹോദരനെ മടക്കിക്കൊടുത്തുകൊണ്ട് ഉണ്ടായതുപോലെ വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തോമാശ്ലീഹായുടെ ജീവിത വഴിയിൽ ദിശാബോധം കൊടുത്തതുപോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയാനായിട്ട് ചങ്കിൽ തൊട്ട് തോമാശ്ലീഹായ്ക്ക് ആത്മീയ വെട്ടം കൊടുത്തതുപോലെ ഈശോയെ, വഴിയാത്രക്കിടയിലും അന്ധനോടും കുഷ്ഠരോഗിയോടും ഇടർച്ചയുടെ വഴിയിൽ നടന്നവനോടുമൊക്കെ അനുഗ്രഹത്തിൻ്റെ സാധ്യത തുറന്ന കർത്താവേ, ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. കൂടെ ഉണ്ടാവണം. ആഴിയുടെ അഗാധങ്ങളിൽ ഒപ്പമായിരുന്ന അതേ അനുഭവത്തോടെ കൂടെ ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഈശോ. ആഴിതന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. സ്നേഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കും. ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്, ആവശ്യനേരത്തൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. നല്ല ഉറപ്പോടെ തമ്പുരാനോട് ചേർന്ന് ആവശ്യനേരത്തൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. സ്നേഹത്തോടെ ഈശോയോട് ഒരിക്കൽ കൂടെ പാടി കൂടെയുണ്ട്, യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്, കൂടെയുണ്ട്, എല്ലാവരും ചേർന്ന് കൂടെയുണ്ട്, കൂട്ടിനവനെന്നും കൂടെയുണ്ട്, കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. ഈശോയെ, അത് ബോധനഗ്രന്ഥം 334 അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. സഭയുടെ മുഴുവൻ ജീവിതത്തിനും മാലാഖമാരുടെ നിഗൂഢവും സുശക്തവുമായ സഹായമുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മാലാഖമാരുടെ ബലം അത് ബോധനഗ്രന്ഥം 352 പഠിപ്പിക്കുന്നില്ലേ? ഈ ഭൗമിക തീർത്ഥാടനത്തിൽ തിരുസഭ സഭയോട് ചേർന്ന് നമ്മളായിരിക്കുമ്പം നമ്മളെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ മാലാഖമാരുണ്ട്. മാലാഖമാരുടെ കൂടെ നമുക്ക് നടക്കാം. സ്വർഗം ഇങ്ങനെ പുൽക്കൂട്ടിലേക്ക് നമ്മൾ പ്രയാണം ചെയ്യുമ്പം നക്ഷത്രവിളക്ക് പോലെ ഈ ജീവിതത്തിൻ്റെ വീഥിയിൽ വെട്ടം പ്രദാനം ചെയ്യാനായിട്ട് വഴിതെറ്റാതിരിക്കാൻ, വഴിമാറലുകൾ വന്നു ഭവിക്കാതിരിക്കാൻ നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങളെ, കൃപയുടെ സാധ്യതകളെ തുറക്കുമ്പം നമുക്കും തമ്പുരാനോട് പറയാം, ഈശോയെ ഞങ്ങളെ സഹായിക്കണേ. നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, സ്നേഹനാഥനായ ഈശോയെ,
പുൽക്കൂട് ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ ഒരുക്ക യാത്രയിൽ മാലാഖമാരോട് ചേർന്ന് ജീവിതത്തെയും ജീവിത നിയോഗങ്ങളെയും ദേശത്തെയും ദേശവാസികളെയും വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുൽക്കൂട്ടിൽ ഉണ്ണി യേശുവിനെ സ്വീകരിക്കാൻ ഉതകും വിധം ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് തന്നെ എല്ലാ വിധത്തിലുമുള്ള കലഹത്തിന്റെയും ശത്രുതയുടെയും ഭിന്നതയുടെയും ബന്ധന വഴിയിൽ നിന്ന് മോചിപ്പിക്കണമേ. ഈശോയെ കാലാവസ്ഥയെ അനുഗ്രഹിക്കണമേ. കോവിഡിന്റെ മഹാദുരന്തത്തിൽ നിന്ന് പുതിയ വകഭേദങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതവും യാത്രകളും അധ്വാനവും അപകടമാകാത്ത വിധം അവിടുന്ന് തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോയെ യൂദയായിലൂടെ സമറിയായിലൂടെ ജെറുസലേമിലേക്ക് നന്മ ചെയ്തുകൊണ്ട് നടന്നു നീങ്ങിയ അങ്ങയുടെ കാലടികളെ അനുഗമിച്ചുകൊണ്ട് ഞങ്ങളും പുൽക്കൂട്ടിൽ ഉണ്ണി യേശുവിനെ ഏറ്റുവാങ്ങുവാൻ ശക്തരാവട്ടെ. ഈശോയെ രാഷ്ട്രീയവും മതവും സംസ്കാരവും വ്യത്യസ്തമായിരിക്കുമ്പോൾ അംഗീകരിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും ഞങ്ങളുടെ ദേശത്തുള്ള പ്രിയപ്പെട്ടവരെ അവിടുന്ന് തന്നെ ഏറ്റെടുക്കണമേ. വഴി നടത്തണമേ. വിശുദ്ധീകരിക്കണമേ. അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കിയിട്ട് പറയണം, മാലാഖമാരുടെ കൂട്ട് വേണം ഞങ്ങൾക്ക്. ഈ ജെറുസലേം വീഥിയിൽ ഇസ്രായേലിൻ്റെ നാഥനോടൊപ്പം നീറുന്ന അനുഭവങ്ങളെ രക്ഷാകര അനുഭവങ്ങളാക്കി മാറ്റാനുള്ള ബലം ഞങ്ങൾക്ക് വേണം. ദൈവത്തിൻ്റെ സന്ദേശവാഹകരാകാൻ, അവിടുത്തെ പാടി സ്തുതിക്കാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ, ദൈവത്തിനും സ്വർഗത്തിനും ഇണങ്ങുന്ന ജീവിതത്തിൻ്റെ വഴിമാറ്റങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതമൊന്ന് ചേർന്ന് നിൽക്കാൻ ഉതകുന്ന കൃപാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേശു. ഇടറിയതോർക്കുന്നു, വീഴ്ചകളെ തിരിച്ചറിയുന്നു, പരാജയങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നു. ഒന്നേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളൂ, പുൽക്കൂട്ടിലെത്തുമ്പോഴത്തേക്കും മാലാഖമാരുടെ ജീവിത ചൈതന്യം ഞങ്ങളുടേതാവട്ടെ. മാലാഖമാരുടെ ഓർമ്മപ്പെടുത്തലുകൾ ഞങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളായി നിർത്തുന്ന അനുഭവങ്ങളായി മാറ്റട്ടെ. ഉണർവുള്ളവരാകാൻ, പ്രതീക്ഷയുള്ളവരാകാൻ, സന്തോഷത്തോടെയാകാൻ സ്നാപക ജന്മത്തിലും അമ്മയുടെ ജന്മത്തിലും വിശുദ്ധ യോസേപ്പിൻ്റെ ജീവിതത്തിലും ഈശോജനനത്തിലുമൊക്കെ മാലാഖമാർക്കുണ്ടായിരുന്ന സ്ഥാനം പോലെ ഞങ്ങളുടെ ജീവിതവും ആ അനുഗ്രഹ തീരത്തിൻ്റെ അനുഭവങ്ങളോട് ചേർന്നായിരിക്കാൻ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ജെറുസലേം വീഥിയിൽ കണ്ടു ഇസ്രായേലിൻ്റെ നാഥനെ. ഈ ദേശത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ഇവിടെ തമ്പുരാന്റെ ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ. ജെറുസലേം വീഥിയിൽ കണ്ടു ഞാൻ ഇസ്രായേലിൻ നാഥനെ കണ്ടു ഞാൻ. ജെറുസലേം വീഥിയിൽ കണ്ടു ഞാൻ ഇസ്രായേലിൻ നാഥനെ കണ്ടു ഞാൻ. നീറും ഹൃദയങ്ങളിൽ നിറയും നയനങ്ങളിൽ ഇടറും പാദങ്ങളിൽ ആത്മദുഃഖങ്ങളിൽ സാന്ത്വനം നൽകിടും വചനമാ. ജെറുസലേം വീഥിയിൽ കണ്ടു ഞാൻ ഇസ്രായേലിൻ നാഥനെ കണ്ടു ഞാൻ. നീറും ഹൃദയങ്ങളിൽ നിറയും നയനങ്ങളിൽ ഇടറും പാദങ്ങളിൽ ആത്മദുഃഖങ്ങളിൽ സാന്ത്വനം നൽകിടും വചനമായി.
ഇരുകരങ്ങളും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് തുറന്നിട്ടിപ്പിടിച്ച് ഈശോയെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദേശത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മളിലൂടെ ക്രിസ്മസിലൂടെ ഉണ്ണിയേശുവിന്റെ പിറവിയിലൂടെ മാലാഖമാരുടെ സന്ദേശത്തിലൂടെ ഈ ദേശത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, നന്ദി യേശുവേ, സ്തോത്രം കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ സ്തോത്രം കർത്താവേ, മഹത്വം 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 കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നന്ദി പറയുന്നു കർത്താവേ, നന്ദി യേശുവേ, സ്തോത്രം കർത്താവേ, മഹത്വം 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 കർത്താവേ, നന്ദി. ഹല്ലേലൂയ. ദൈവമേ ആരാധന 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 ആരാധന. ദേശം വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ കരുണ കാണിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങ് ഞങ്ങളെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുമ്പം കണ്ണു ചുമ്മും താരകൾ. ഈശോയെ, മാലാഖമാരുടെ സന്ദേശം സ്വർഗം ഇങ്ങനെ സുന്ദരമായിട്ട് മനോഹരമായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും തൊട്ടു തഴുകി തലോടാൻ കടന്നു വരുമ്പം അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളും ഈ ഗാനത്തോട് ചേർന്ന് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുമ്പം ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. ഉണർവ് തരണേ, പ്രതീക്ഷ വർദ്ധിക്കാൻ കാരണമാകണേ, സന്തോഷം വളരട്ടെ. മാലാഖമാരുടെ വഴികൾ ഞങ്ങളുടെ വഴികളാവട്ടെ. അവരെ പോലെ സ്തുതി കീർത്തനങ്ങൾ കൊണ്ട് സ്വർഗത്തെ മനോഹരമാക്കാൻ ഞങ്ങൾക്കും ഇടയാവട്ടെ. കർത്താവേ, ദൈവത്തിൻ്റെ കർമ്മം ചെയ്യുന്ന ജീവിതത്തിൻ്റെ അനുഗ്രഹമുള്ള ജീവിതങ്ങളായി ഞങ്ങൾ മാറട്ടെ. ചേർന്ന് പാടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിച്ച് അനുഗ്രഹീതരാകാം. കണ്ണു ചിമ്മും താരകളും ഒളി തൂകും ചന്ദ്രികയും കണ്ണു ചിമ്മും താരകളും ഒളി തൂകും ചന്ദ്രികയും പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാട്ടുപാടി. പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാട്ടുപാടി. കണ്ണു ചിമ്മും താരകളും ഒളി തൂകും ചന്ദ്രികയും കണ്ണു ചിമ്മും താരകളും ഒളി തൂകും ചന്ദ്രികയും പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാട്ടുപാടി. പാടും രാപ്പാടിയും കാറ്റിൻ മർമരവും വിണ്ണാഥനു താരാട്ടുപാടി. മാലാഖമാരുടെ ആത്മീയ ചൈതന്യത്തോട് ചേർന്ന് പുൽക്കൂട്ടിലെത്താൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദേശത്തിൻ്റെ ഭരണാധികാരികളുടെ ദേശവാസികളുടെ വിശുദ്ധീകരണത്തോട് ചേർന്ന് ഈ ക്രിസ്മസ് അനുഗ്രഹത്തിൻ്റെ ഒന്നായി മാറ്റാൻ ഞങ്ങൾക്ക് കൃപയേകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാടിനെ ഗ്രസിക്കുന്ന എല്ലാവിധ രോഗ ദുരിത അനുഭവത്തിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും വിടുതലിനായി പ്രാർത്ഥിച്ച് പുൽക്കൂട് ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുന്ന ഞങ്ങളെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.